പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും കർത്താവിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 16:18. ഏറെ നാളായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു വചനമാണിത്. അതിനാൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതിനെ ഞാൻ കൂടുതൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തൊരു ഭാഗമാണ്. പലപ്പോഴും പലയിടങ്ങളിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഈ വചനം ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. 1 കൊരിന്ത്യർ 16:18, 17ഉം 18ഉം കൂടെ ചേർത്ത് വായിക്കണം. അതിൽ ഇപ്രകാരം പറയുന്നു: സ്തേഫാനോസും ഫൊർത്തുനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇത് കൊരിന്തിലെ സഭയെക്കുറിച്ചും സഭയിൽ വന്ന സഹോദരന്മാരെക്കുറിച്ചും വിശുദ്ധ പൗലോസ് എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. സ്തേഫാനോസും കർത്താവിൻ്റെ സഹോദരന്മാരായ, അതായത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സഹോദരന്മാരായ സ്തേഫാനോസും ഫൊർത്തുനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. ഈ 3 സഹോദരന്മാർ അഖായ സഭ, അതായത് കൊരിന്തിലെ സഭയിലേക്ക് വന്നതാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവർ വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത്, അതായത് കൊരിന്തിലെ സഭയുടെ ഭാഗത്തുണ്ടായിരുന്ന കുറവുകൾ അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ സഹോദരന്മാർ ആ കൊരിന്തിലെ സഭയിൽ വന്നത് ആ സഭയ്ക്കുണ്ടായിരുന്ന കുറവുകൾ, അതായത് വിശ്വാസത്തിലുണ്ടായിരുന്ന കുറവുകൾ, വിശ്വാസത്തിലുണ്ടായിരുന്ന കൂടുതൽ പാഠങ്ങൾ പഠിക്കേണ്ടതായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് കിട്ടിയവർക്ക്, അതായത് ഇവർ വന്നത് ആ സഭയിലുള്ളവർക്ക് തണുപ്പായിരുന്നു. അതായത് ഈ സഹോദരന്മാരുടെ പ്രസൻസ് ആ കൊരിന്തിലെ സഭയിലെ മറ്റ് സഹോദരന്മാർക്ക് അനുഗ്രഹമായിരുന്നു. അവരുടെ മനസ്സിനെ ഈ സഹോദരന്മാർ തണുപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ ഈ സഹോദരന്മാർ കാണിച്ച കൂട്ടായ്മ, സഹോദരന്മാരുടെ പ്രസൻസ് അവർക്കൊരു ശരീരത്തിന് തണുപ്പായിരുന്നു, സന്തോഷമായിരുന്നു, മനസ്സിന് തണുപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ സഹോദരന്മാർക്ക് മാത്രമല്ല, അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. അതായത് അവരുടെ പ്രസൻസ് പൗലോസിന്റെ മനസ്സും തണുപ്പിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവേൻ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ള തണുപ്പിക്കുന്ന സ്വഭാവമുണ്ടോ? അതായത് നമ്മളും ചേർന്ന് പോകുന്ന സഭകൾ, ചേർന്ന് പോകുന്ന കുടുംബങ്ങൾ, ചേർന്ന് പോകുന്ന നമ്മുടെ വർക്ക് എൻവിയോൺമെന്റ്, അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന പല സമൂഹങ്ങൾ, നമ്മളൊരു ചർച്ചിൻ്റെ ഭാഗമാണ്, നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പലയിടത്തും നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവരെ തണുപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തണുപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ആശ്വാസം പകരുന്നതാണോ? അവർ പല പ്രശ്നങ്ങളിലൂടെ വരുന്നവരായിരിക്കാം. അവർക്ക് ദുഃഖമുണ്ടാവാം, കഷ്ടമുണ്ടാവാം, അല്ലെങ്കിൽ അവർ സന്തോഷത്തിലാവാം. സന്തോഷത്തിൽ അവരോട് കൂടെ പങ്കുചേരാൻ നമുക്ക് പലവിധമായ രീതികളിൽ, പലവിധമായ ഇമോഷൻസിനകത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മളായിട്ട് ചേർന്ന് പോകുന്ന ആ കൂട്ടായ്മയിൽ നമ്മളുടെ പ്രസൻസ് അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നതാണോ എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അതിനോട് ചേരുന്ന ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചോളട്ടെ. ഇവിടെ ഈ സഹോദരന്മാരുടെ പ്രസൻസ് കൊരിന്തിലെ സഭയിൽ പൗലോസിനും അവിടെ ഉണ്ടായിരുന്ന സഭയിലെ ആളുകൾക്കും സഹോദരന്മാർക്കും ഇവരുടെ പ്രസൻസ് വളരെ അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു, അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നതായിരുന്നു. നിസ്സാരമായ കാര്യമല്ല മനസ്സിനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ തീയിൽ അല്ലെങ്കിൽ തീയിൽ ചൂടായിട്ടിരിക്കുന്ന ഒരു മനസ്സ്, അതായത് നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമുക്ക് തീയെക്കാട്ടിലും ചൂട് നമ്മുടെ ആ മനസ്സിനുണ്ടാവും, ആ ശരീരത്തിനുണ്ടാകും. അപ്പോൾ ഒരു തുള്ളി വെള്ളം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം, അല്ലെങ്കിൽ കുറച്ച് ഐസ്, കുറച്ച്
കിടപ്പിൻ്റെ അവസ്ഥ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ ഒരു അനുഗ്രഹമാണ്. ചില സഹോദരിമാരുമുണ്ട്, അവരുടെ ഒരു വാക്ക് തന്നെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. അവരിൽ നിന്ന് ഒരു നെഗറ്റീവും വരാറില്ല. ആ വാക്കുകളിൽ നിന്ന് എപ്പോഴും അവർ പോസിറ്റീവ് വൈബായിട്ടായിരിക്കും, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ അടുത്തിരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും, വളരെ താല്പര്യമായിരിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളൊക്കെ അലിഞ്ഞു പോകുന്ന പോലെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലരുടെ അടുത്തിരിക്കുന്നത്, ചിലരോട് സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും തണുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വളരെ ദുഃഖകരമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വരുന്ന ഒരു മെസ്സേജ്, വരുന്ന ഒരു വാക്കുകൾ, അല്ലെങ്കിൽ വരുന്ന ഫോൺ കോളിലുണ്ടാകുന്ന സംസാരങ്ങൾ എൻ്റെ മനസ്സിനെ തണുപ്പിച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് അനുബന്ധിക്കുന്ന 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു കൊള്ളട്ടെ. ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം, ഫിലോമോൻ ലേഖനം 1 അധ്യായം മാത്രമേ ഉള്ളൂ. ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവുമായി ഉണ്ടായി. ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചു. നീ വിശുദ്ധന്മാരുടെ ഹൃദയമാണ് നീ തണുപ്പിച്ചത്. ആമേൻ. സാധാരണക്കാരുടെ ഹൃദയമല്ല. അതായത് അപ്പം നമുക്ക് ഓർക്കാം, അതൊരു കൂട്ടായ്മയായിരിക്കാം, അല്ലെ, ഒരു സഭയായിരിക്കാം. വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. അങ്ങനെ ഒരു സ്നേഹത്തില്, അങ്ങനെ ഒരു സ്വഭാവത്തില്, അങ്ങനെ ഒരു സ്വഭാവം നിനക്ക് ഉണ്ടായത് കാരണം അപ്പോസ്തലനായ പൗലോസിന് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അതായത് അങ്ങനെ ഒരു മനസ്സുള്ളവരെ നമുക്ക് മറ്റുള്ളവർക്ക് അവരിൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. അത് നിസ്സാരമായ കാര്യമല്ല. തണുപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അതായത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോസിറ്റീവുമായിട്ട് ഇരുന്നാലേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമുക്ക് നിരാശയും നമുക്ക് ഡിപ്രഷനും അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിംഗും ആണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് അവർ ദൈവത്തിൽ ആശ്വാസം കണ്ടു, ക്രിസ്തുവിൽ അവർ ഹൃദയത്തെ തണുപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ദൈവവചനത്തിലാണ് അവർ ആശ്വാസം കണ്ടെത്തിയത്, അല്ലെങ്കിൽ ദൈവവചനത്തെയാണ് അവർ മുൻനിർത്തി ക്രിസ്തുവിലാണ് അവർ ഹൃദയത്തെ തണുപ്പിച്ചത്. നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വന്നിരിക്കുന്നു. അത് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു, ദൈവം അങ്ങനെ കുറച്ച് പേര് ദൈവം ഒരുക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മളും അതുപോലെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം, ഞാൻ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി തീരണം, ഞാൻ മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. ക്രിസ്തുവിൽ നമ്മൾ ആ വ്യക്തിയെ ക്രിസ്തുവിൽ ഹൃദയത്തെ തണുപ്പിക്കുന്നതായിരിക്കണം. അതായത് ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുക എന്നാണ് ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതായിരിക്കണം. ചിലർ പറഞ്ഞിട്ടില്ലയോ, സഹോദരി, നിന്റെ പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു, എൻ്റെ വിഷയങ്ങളിന്മേൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു, അതിനൊരു മറുപടി കിട്ടി, നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന എനിക്കൊരു ആശ്വാസമായിരുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് നമ്മൾ അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നത്, ദൈവവചനത്തില്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നുണ്ട്. നമ്മൾ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. സങ്കീർത്തനം 23 പറഞ്ഞിരിക്കുന്ന എന്താണ്? 23-ന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രാണനെ തണുപ്പിക്കാൻ, ഹൃദയത്തെ തണുപ്പിക്കുന്ന പോലല്ലേ നമ്മുടെ പ്രാണനെ, നമ്മുടെ ജീവനെ, നമ്മളെ മുറ്റുമായും തണുപ്പിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. യേശുക്രിസ്തുവിന് മാത്രമേ അത് കഴിയുള്ളൂ. സങ്കീർത്തനം 23 പറയുന്നത്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ആമേൻ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നത്. അതായത് എന്നെ മുറ്റുമായും എൻ്റെ കർത്താവ് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിപൂർണമായി വിശ്വസിക്കുന്നു. നീ ഏത് ദുഃഖത്തിലൂടെ, ഏത് പ്രയാസത്തിലൂടെ, ഏത് കഷ്ടത്തിലൂടെ ആയാലും കടന്നു പോയാലും നമ്മുടെ പ്രാണനെ തണുപ്പിക്കാൻ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. യേശു ക്രിസ്തുവിന് അത് സാധിക്കും. അത് വചനത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അങ്ങനെ എന്നെ നീതിപാതകളിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ നടത്തുന്നത്. അതുപോലെ സങ്കീർത്തനം 19-ന്റെ 7 പറയുന്നുണ്ട്,
സങ്കീർത്തനം 19:7 പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അതായത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. അതായത് സങ്കീർത്തനം 19:7 പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കും. ന്യായപ്രമാണം എന്താണ്? ദൈവവചനം. ദൈവവചനം ആണ്, അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഇത് നമ്മൾ ചിന്തിക്കും, നമ്മൾ തന്നെ തീർന്നു പോകുന്ന പോലെ ഒരു ഫീലിംഗ് വരാറില്ല. കഷ്ടതയിൽ നമ്മൾ മുങ്ങി താഴ്ന്നു പോകുമ്പോൾ നമുക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അവിടെ ഒരു ഗത്യന്തരമില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ ഗത്യന്തരമല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ വചനം എടുത്ത് വായിക്കാൻ നമുക്ക് പ്രേരണ വരും. വചനം എടുത്ത് വായിക്കുമ്പോൾ ആ വചനം തരുന്ന നമ്മുടെ പ്രാണനെ തണുപ്പിക്കത്തില്ലേ? അത് പറഞ്ഞ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് തികവുള്ളത്, അത് ജീവിക്കുന്ന വചനമാ. ആ തികവുള്ള ന്യായപ്രമാണം അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കും, അത് നമുക്ക് ആശ്വാസം തരും. ആ പ്രാണനെ തണുപ്പിക്കുന്ന യഹോവയുടെ വചനം, ആമേൻ, യഹോവ അവൻ, അതായത് ദൈവം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ക്രിസ്തുവിൽ മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നവരായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ നോട്ടത്തില്, സകലത്തിലും നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ സഹോദരിമാർക്കും നമ്മളോട് ഇടപെടുന്ന സകലർക്കും നമ്മൾ അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നവരായിരിക്കണം, ക്രിസ്തുവിൽ തണുപ്പിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സദൃശ്യവാക്യം 11 Proverbs 11:25 പറയുന്നുണ്ട്. 11:25 ഇപ്രകാരം പറയുന്നു: ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ആമേൻ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. അതായത് ഔദാര്യ മാനസൻ, അതായത് നമുക്ക് കൊടുക്കുവാൻ മനസ്സുള്ളവർ, ഔദാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന മനസ്സുള്ളവർക്ക് പുഷ്ടി പ്രാപിക്കും. അതുപോലെ തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തണുപ്പിക്കുന്നവരാണോ എങ്കിൽ നിനക്കും തണുപ്പ് കിട്ടും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തണുപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ തണുപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ല കഷ്ടതയുടെ സമയത്ത്. എനിക്ക് ആരുമില്ലേ, എൻ്റെ കഷ്ടതയുടെ സമയത്ത് എന്നെ ഒന്ന് നോക്കാൻ ആരുമില്ലേ, എൻ്റെ അടുത്ത് ആരും വരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് അനുഗ്രഹമായിട്ടുണ്ടോ? നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് എത്തിയിട്ടുണ്ടോ? തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ആ പ്രാർത്ഥനയോടെ, ഈ നല്ല ഒരു പോസിറ്റീവ് രീതിയിൽ ഞാൻ തണുപ്പിക്കുന്നതിൻ്റെ പറയുമ്പോൾ അതോടൊപ്പം നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 16:2 ഇയ്യോബിനെ എല്ലാവർക്കും സുപരിചിതമാണ്. ഇയ്യോബ് വളരെ കഷ്ടം സഹിച്ച ഒരു ദൈവദാസനാണ്, സഹോദരനാണ്. കർത്താവിന് വേണ്ടി നിലകൊണ്ട വിശ്വസ്തനായ നിഷ്കളങ്കനായ ദൈവപുരുഷനാണ് ഇയ്യോബ്. യോബിന്റെ ജീവിതത്തിൽ വളരെ ദുഃഖമാണ് വന്നത്. എല്ലാം നശിച്ചു, നഷ്ടമായി, ഒന്നുമില്ല. സ്വന്തം ശരീരവും നശിച്ചു, സകലതും പോയി, സകലതും രോഗത്തിന് അടിമയായി, ഭാര്യ പോയി, മക്കൾ പോയി, കൂട്ടുകാർ പോയി. അങ്ങനെ വിഷമത്തിൽ കഷ്ടത്തിലിരിക്കുമ്പോൾ ഇയ്യോബിന്റെ കൂട്ടുകാർ അടുത്ത് വന്ന് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ അവനെ കുത്തുവാക്കുകളാൽ വേദനിപ്പിക്കുക. ഈവൻ അവന്റെ ഭാര്യ പോലും അവനെ വേദനിപ്പിച്ചു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ ഇയ്യോബിന്റെ പുസ്തകം 16:2 പറയുന്നു: നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അതായത് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരുണ്ട്. അതായത് പുറമേ നോക്കുമ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ വന്നവരാണ്, പക്ഷെ അവർ അതായത് ഓരോ വാക്കുകൾ കൊണ്ട് അവർ നമ്മളെ വ്യസനിപ്പിക്കുക ചെയ്യുന്നത്. നമ്മളെ തന്നെ ചിന്തിക്കണം, നമ്മളെ തന്നെ നോക്കണം. മറ്റുള്ളവരിലോട് അവർക്ക് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണോ നമ്മൾ? ഒരിക്കലും ആവരുത്. നീ തണുപ്പിച്ചാൽ നിനക്ക് തണുപ്പ് കിട്ടും. നീ വ്യസനിപ്പിക്കുന്ന ആശ്വാസകനാണെങ്കിൽ നിനക്കും അങ്ങനെ കിട്ടത്തുള്ളൂ. നമ്മൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണോ? നമ്മൾ പേരിനെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു എന്ന് പറയുകയും അവരെ വ്യസനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള മനുഷ്യരാണോ നമ്മൾ അങ്ങനെയുള്ള സഹോദരരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം.
വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അതായത് വ്യർത്ഥമായ വാക്കുകളാൽ അവരോട് പലതും പറഞ്ഞ് അവരെ വ്യസനിപ്പിക്കാൻ പേരിന് നമ്മൾ പുറമേ നോക്കുമ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ വന്നവരാ. പക്ഷെ അവർ പറയുന്ന സകലതും വ്യസനിപ്പിക്കുന്ന വ്യർത്ഥ വാക്കുകളാണ്. അത് നമ്മളെ മനസ്സിനെ നോവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കണം, വിശുദ്ധ വചനം പറയുന്നത് തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവവചനം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. അതുപോലെ നിന്റെ പ്രസൻസ്, നീ വന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും ഒരു തണുപ്പായിരുന്നു. നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു, നീ എൻ്റെ മനസ്സിനെ തണുപ്പിച്ചു, ക്രിസ്തുവിൽ നീ എൻ്റെ ഹൃദയത്തെ തണുപ്പിച്ചു എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസകന്മാരായി തീരുവാൻ നമ്മൾ ഓരോ നിമിഷവും ചിന്തിക്കുക. ഈ വചനങ്ങളാലും വാക്കുകളാലും ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.